ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേട്ടോ. ഈ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പം ഏത് എക്സാം എടുത്താലും SSC കേസ് പറയുകയാണെങ്കിലും RRB കേസ് പറയുകയാണെന്നുണ്ടെങ്കിലും ഒരു 3 ക്വസ്റ്റ്യൻ സിംപ്ലിഫിക്കേഷൻ മാത്രം ചോദിക്കും. ഒരു 3 to 4 ക്വസ്റ്റ്യൻസ്. ഓക്കെ, നിങ്ങൾക്ക് 25 ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് സിംപ്ലിഫിക്കേഷൻ ചോദിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. 3 മാർക്ക് നമുക്ക് ചുമ്മാ കിട്ടും. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുകയും ചെയ്യുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ സിംപ്ലിഫിക്കേഷൻ എങ്ങനെ സ്പീഡിൽ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ഇത് വരാൻ നേരത്ത് നിങ്ങൾക്ക് എളുപ്പം എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് തുടങ്ങാം. അതിന് മുമ്പ് നിങ്ങൾ ബേസിക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇക്വേഷൻ തന്ന് സോൾവ് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ തന്നിട്ട് സോൾവ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. 4 divided by 2 into 3 minus 6 plus 4. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മളൊരു +2 കൂടെ ഉണ്ടെന്ന് വിചാരിച്ചു. 2 plus 4 divided by 2 into 3 minus 6 plus 4. ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു എന്ന് വിചാരിക്കും. നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ആദ്യമേ തന്നെ ഈ 2 plus 4 അങ്ങ് ചെയ്ത് കളയരുത്. അത് തെറ്റാണ്. കാരണം നമുക്ക് എന്തുണ്ട്, ഒരു റൂൾ ഉണ്ട്. നമുക്ക് ബോഡ്മാസ് റൂൾ ഉണ്ട്. നിങ്ങൾ ഈ ബോഡ്മാസ് റൂൾ പ്രകാരം തന്നെ എന്ത് ചെയ്തോളണം, കാൽക്കുലേറ്റ് ചെയ്തോളണം. ഓക്കെ, അതായത് ഇതിൽ ബോഡ്മാസ് റൂളിൽ വരുന്ന ഏതാണോ അത് തന്നെ ആദ്യം ചെയ്തോളണം. P എന്ന് പറയുന്നത് എന്താണ്, ബ്രാക്കറ്റ് ആണ്. നിങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ബ്രാക്കറ്റിനകത്ത് ഇക്വേഷൻ ഉണ്ടെങ്കിൽ അത് വേണം ആദ്യം ചെയ്യാൻ. ഈ O എന്ന് പറയുന്നത് ഓഫ് ആണ്, D എന്ന് പറയുന്നത് ഡിവിഷൻ ആണ്, M എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്, A എന്ന് പറയുന്നത് അഡീഷൻ ആണ്, S എന്ന് പറയുന്നത് സബ്ട്രാക്ഷൻ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കേസായി. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തോളാം, ആദ്യം ഇത് വരുന്ന ഫോർമാറ്റിൽ തന്നെ വരണം. ഇവിടുത്തെ കേസ് നോക്കി, ഇവിടെ ബ്രാക്കറ്റ് ഉണ്ടോ, ഇല്ല. ഓഫ് ഉണ്ടോ, ഓഫും ഇല്ല. ഈ ഓഫ് എന്ന് പറഞ്ഞാലും മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് കേട്ടോ. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ 2 of 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 2 into 4 ആണ്. ഓക്കെ, 8 2 into 4 ആണ് ഓഫ് വന്നു കഴിഞ്ഞാൽ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് 2 plus 4 divided by 2 into 3 minus 6 plus 4. ഇതിൽ ആദ്യം നമ്മൾ എന്ത് തന്നെ ചെയ്തോളാം, ഡിവിഷൻ തന്നെ ചെയ്തോളാം. അതായത് 4 divided by 2 ആദ്യം ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഏത് ചെയ്യണം, ഡിവിഷൻ കഴിഞ്ഞ് ഏതാ വരുന്ന, മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. മൾട്ടിപ്ലിക്കേഷൻ തന്നെ ചെയ്യണം. പിന്നെ ആക്ച്വലി ഈ അഡീഷണൽ സബ്ട്രാക്ഷനിൽ നിങ്ങൾ അത് തിരിച്ച് ചെയ്തൊന്നും പറഞ്ഞും കുഴപ്പമൊന്നുമില്ല, അത് കിട്ടുന്ന കറക്റ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി പക്ഷെ ആദ്യം എന്ത് ചെയ്തോളാം, ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും കഴിഞ്ഞതിന് ശേഷം മാത്രമേ അഡീഷണൽ സബ്ട്രാക്ഷൻ ചെയ്യാവുള്ളൂ. അതിനു മുമ്പ് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പറേഷൻ ആദ്യം ചെയ്യുകയും വേണം. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം ചെയ്യാം 4 divided by 2. 4 divided by 2 എന്ത് കിട്ടി, 2 കിട്ടി. അടുത്ത കേസ് എന്താ, 2 into 3. 2 into 3 വേണം ചെയ്യാൻ, എന്ത് കിട്ടി, 6. എന്നിട്ട് വേണം ബാക്കിയുള്ള ചെയ്യാം. അതായത് 2 plus 6 minus 6 plus 4 എന്നുള്ളത്. ഓക്കെ, അതെന്ത് കിട്ടി, 6 minus 6 എത്രയാണ്, 0 ആണ്. ബാക്കി എന്തേ ഉള്ളു, 2 plus 0 plus 4 ആണ്. എന്ത് കിട്ടി, 6 എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഏതൊരു ഇക്വേഷൻ വന്നാലും അങ്ങനെ തന്നെ ചെയ്യണം. ഇനി വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 4 divided by 1 plus 2 plus 3 minus 2. നിങ്ങൾ എന്ത് ചെയ്തോളണം, നിങ്ങൾ ആദ്യം 4 ഡിവൈഡ് വന്നാലും ബ്രാക്കറ്റ് ഉണ്ട്, ബ്രാക്കറ്റ് ഉള്ള ഓപ്പറേഷൻ തന്നെ ആദ്യം ചെയ്തോളണം. ഓക്കെ, എന്ത് വന്നു, 1 plus 2 3 3 plus 3 6 6 minus 2 4. എന്ത് ചെയ്തു, 4 divided by 2 എത്ര വന്നു, 1 വന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 1-2 മെത്തേഡ് കൂടെ ഞാൻ പറഞ്ഞുതരാം. അതുകൂടെ അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും, നമുക്ക് ഒരുപാട് ടൈം ലാഭിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു 2 ഡിജിറ്റ് നമ്പർ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക, അതേ മൾട്ടിപ്ലൈഡ് ബൈ വേറൊരു 2 ഡിജിറ്റ്. ഓക്കെ, ഒരു 2 ഡിജിറ്റ് നമ്പർ ഉണ്ട്, അതേ മൾട്ടിപ്ലൈഡ് ബൈ വേറൊരു 2 ഡിജിറ്റ് നമ്പർ. നോക്കിയോ, ഒരു 2 ഡിജിറ്റ് നമ്പർ, ഇഷ്ടമുള്ള 2 ഡിജിറ്റ് നമ്പർ എഴുതുക. 36 എഴുതുക. 36 multiplied by 42. ഓക്കെ, 36 multiplied by 42. ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് നിങ്ങൾ നോക്കുക. ഈ 6ഉം ഈ 2ഉം കണ്ടോ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ടിന്റെയും യൂണിറ്റ് ഡിജിറ്റ് എടുക്കുക. യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലാസ്റ്റ് ഇരിക്കുന്ന ഡിജിറ്റ് ആണ്. ലാസ്റ്റ് ഡിജിറ്റ് ഏതൊക്കെ, 6ഉം 2ഉം ആണ്. അത് രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. 6 into 2. 6 into 2 എത്രയാണ്, 12 ആണ് അല്ലെ. 6 into 2 എത്രയാണ്, 12 ആണ്. അതിൽ അവസാനത്തെ ഡിജിറ്റ് മാത്രം എടുക്കുക, ബാക്കി റിമൈൻഡർ ആണ് 1. ഓക്കെ, 2 മാത്രം എഴുതുക. 6 into 2 എത്രയാണ്, 12 ആണ്. അതിൽ യൂണിറ്റ് ഡിജിറ്റ് എഴുതുക, ബാക്കി ഡിജിറ്റ് മാറ്റി വെച്ചേക്ക്. ഇനി അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 36 into 42 അല്ലെ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. 3 into 2 പ്ലസ് 4 into 6. 4 into 6. 3 into 2 എത്രയാണ്, 6 ആണ്. 4 into 6 എത്രയാണ്, 24 ആണ് അല്ലെ. ഇനി 24 plus 6 എത്രയാണ്, 30 ആണ്. പക്ഷെ നേരത്തെ കേസിൽ എന്തുണ്ടായിരുന്നു, ഒന്ന് ബാക്കിയില്ലായിരുന്നു, ആ 1ഉം കൂടെ ആഡ് ചെയ്യുക. 30 plus 1 31.
എന്നിട്ട് നേരത്തെ പോലെ യൂണിറ്റ് ഡിജിറ്റ് മാത്രം എഴുതുക. ഇനി ഇവിടെ ബാക്കി എത്ര ഉണ്ട്? ബാക്കി 3 ഉണ്ട് അല്ലെ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 36 ഇൻറ്റു 42. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. ഈ 3 ഇൻറ്റു 4, 3 ഇൻറ്റു 4 എത്രയാണ്? 12 ആണ് അല്ലെ? 3 ഇൻറ്റു 4, 3 ഇൻറ്റു 4 എത്രയാണ്? 12 ആണ്. നേരത്തെ ബാക്കി എത്ര ഉണ്ടായിരുന്നു? 3 ഉള്ളത് കൊണ്ട് അതും കൂടെ ആഡ് ചെയ്യണം. 12 പ്ലസ് 3 എത്ര കിട്ടി? 15 കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യുക? ആ 15 ഇവിടെ ആഡ് ചെയ്യും. ഇത്രേ ഉള്ളൂ. ഇതാണ് ഒരു 2 ഡിജിറ്റ് ഇൻറ്റു 2 ഡിജിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ സ്റ്റെപ്പ് ഒന്നും എഴുതരുത് കേട്ടോ. ഈ സ്റ്റെപ്പ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇതൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, എഴുതരുത്. വെറുതെ എഴുതി സമയം കളയരുത്. ഇനി വേറൊരു നോക്കാം. നമുക്ക് ഒരെണ്ണോടെ നോക്കാം. നോക്കിയേ, 74 ഇൻറ്റു 33, 74 ഇൻറ്റു 33, 4 ഇൻറ്റു 3 എത്രയാണ്? 12 ആണ്. ബാക്കി എത്ര ഉണ്ട്? 1 ഉണ്ട്. ഇനി ക്രോസ് ചെയ്യണം അല്ലെ? 7 ഇൻറ്റു 3 പ്ലസ് 4 ഇൻറ്റു 3, 7 ഇൻറ്റു 3 എത്രയാ? 21 ആണ്. 4 ഇൻറ്റു 3 എത്രയാ? 12 ആണ്. 21 പ്ലസ് 12 എത്ര വന്നു? 33 എന്ന് വന്നു. നേരത്തെ ഒന്ന് ബാക്കി ഉണ്ടായിരുന്നു. 33 പ്ലസ് 1 34. എന്ത് ചെയ്യുക? 4 ഇടുക. ബാക്കി എത്ര ഉണ്ട്? 3 ഉണ്ട്. ബാക്കി എഴുതാം. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? 7 ഇൻറ്റു 3, 7 ഇൻറ്റു 3 എത്രയാ? 21, 21 പ്ലസ് 3, നേരത്തെ ബാക്കി ഒരു 3 ഉണ്ടായിരുന്നല്ലോ. 21 പ്ലസ് 3 24. അതും കൂടെ എഴുതാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത കേസ് നമുക്ക് എന്ത് മനസ്സിലായി? 2 ഡിജിറ്റ് ഇൻറ്റു 2 ഡിജിറ്റ് മനസ്സിലായേ? ഇനി ഒരു 2 ഡിജിറ്റ് ഇൻറ്റു 3 ഡിജിറ്റ് വന്നാലോ? ഒരു നമ്പർ എഴുതാം. 432 ഇൻറ്റു 34. ഓക്കെ, ഇത് വന്നാലും ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് സെയിം ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നേരത്തെ പോലെ തന്നെ സെയിം ആണ്. 4 ഇൻറ്റു 2 എന്താണ്? 8 ആണ്. റിമൈൻഡർ ഒന്നുമില്ല. ബാക്കി വല്ലതും ഉണ്ടോ? ഇല്ല, 8 ആണ്. അത് അവിടെ തന്നെ ഇരിക്കും. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 432 ഇൻറ്റു 34. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രോസ് ചെയ്യാം. ഇതും വേണം ക്രോസ് ചെയ്യാൻ. 3ഉം 2ഉം 3ഉം 4ഉം വേണം ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക? സം ചെയ്യുക. അതായത് 3 ഇൻറ്റു 4 പ്ലസ് 2 ഇൻറ്റു 3 എന്ത് കിട്ടി? 3 ഇൻറ്റു 4 എത്രയാ? 12 ആണ്. 2 ഇൻറ്റു 3 എത്രയാ? 6 ആണ്. 18 കിട്ടി. നേരത്തെ കേസിൽ ബാക്കിയൊന്നും ഇല്ലാത്തതുകൊണ്ട് 18ന്റെ 8 എഴുതുക. ഇനിയിപ്പോ ഇവിടെ എന്തുണ്ട്? ഒന്ന് ബാക്കിയുണ്ട് അല്ലെ? ഒന്ന് ബാക്കി. ഇനി അടുത്ത സ്റ്റെപ്പ് 432 ഇൻറ്റു 34. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഇതിലെ ലാസ്റ്റ് ഡിജിറ്റ് ആണ്. ഈ നാലും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഈ 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് പ്ലസ് ചെയ്യുക. അതായത് 4 ഇൻറ്റു 4 പ്ലസ് 3 ഇൻറ്റു 3. 4 ഇൻറ്റു 4 എത്രയാണ്? 16 ആണ്. 3 ഇൻറ്റു 3 9 ആണ്. 16 പ്ലസ് 9 എത്ര വന്നു? 25 വന്നു. നേരത്തെ കേസിൽ എന്തുണ്ടായിരുന്നു? ഒന്ന് ബാക്കി ഉണ്ടായിരുന്നു അല്ലെ? 25 പ്ലസ് 1 എത്ര വന്നു? 26 വന്നു. ഇനി അതിലെ 6 മാത്രം എഴുതുക. ഇനി ഇവിടുത്തെ കേസിൽ റിമൈൻഡർ എത്ര ഉണ്ട്? 2 ഉണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ നോക്കിയോ, 432 ഇൻറ്റു 34. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ 4 ഇൻറ്റു 3 ആണ്. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? 4 ഇൻറ്റു 3 ആണ്. 4 ഇൻറ്റു 3 എത്ര കിട്ടി? 12 കിട്ടി. നേരത്തെ ബാക്കി 2 ഉള്ളത് കൊണ്ട് ആ 2ഉം കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. എന്ത് വന്നു? 14 വന്നു. ആ 14 എന്ത് ചെയ്യുക? ഇവിടെ എടുത്തെഴുതുക. ഓക്കെ, 14 എന്ത് ചെയ്യുക? അവിടെ എടുത്തെഴുതുക. അതും കിട്ടി. ഓക്കെ, ഇനി 3 ഡിജിറ്റ് ഇൻറ്റു 2 ഡിജിറ്റ് മനസ്സിലായോ? നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. നോക്കാം, വേറൊരു നമ്പർ 632 ഇൻറ്റു 45. നേരത്തെ പോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? 5 ഇൻറ്റു 2. 5 ഇൻറ്റു 2 എത്ര കിട്ടി? 10 കിട്ടി. ബാക്കി യൂണിറ്റ് ഡിജിറ്റ് എഴുതുക. ബാക്കി 1 ഉണ്ട്. അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഈ 3 ഇൻറ്റു 5 പ്ലസ് 4 ഇൻറ്റു 2. 3 ഇൻറ്റു 5 എത്രയാണ്? 15 ആണ്. 4 ഇൻറ്റു 2 എത്രയാണ്? 8 ആണ്. 15 പ്ലസ് 8 എത്ര കിട്ടി? 23 കിട്ടി. നേരത്തെ ഒരു 1 റിമൈൻഡർ ഉള്ളതുകൊണ്ട് ആ 1 കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. 23 പ്ലസ് 1 24. 4 എഴുതുന്നു. ബാക്കി എത്ര ആയി? 2 ആയി അല്ലെ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? 6 ഇൻറ്റു 5. അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? 6 ഇൻറ്റു 5 പ്ലസ് 3 ഇൻറ്റു 4. 6 ഇൻറ്റു 5 പ്ലസ് 3 ഇൻറ്റു 4. 6 ഇൻറ്റു 5 എത്രയാ? 30 ആണ്. 3 ഇൻറ്റു 4 എത്രയാ? 12 ആണ്. 30 പ്ലസ് 12 എത്ര കിട്ടി? 42 കിട്ടി. നേരത്തെ ബാക്കി എത്ര ഉണ്ടായിരുന്നു? 2 ഉണ്ടായിരുന്നു. അതും കൂടെ ആഡ് ചെയ്യാം. 42 പ്ലസ് 2 എത്ര വന്നു? 44 വന്നു അല്ലെ? സോറി, 44 വന്നു. എന്ത് ചെയ്യാ? ഇവിടെ 4 എഴുതുക. ഇനി ബാക്കി റിമൈൻഡർ എത്രയാണ്? 4 ആണ്. റിമൈൻഡർ എത്രയാണ്? 4 ആണ്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്താ? 6 ഇൻറ്റു 4. 6 ഇൻറ്റു 4 എത്രയാണ്? 24 ആണ്. 24നോട് എന്ത് ചെയ്യുക? നേരത്തെ ബാക്കി 4 കൂടെ ആഡ് ചെയ്യുക. എത്ര വന്നു?
28. ഓക്കെ അല്ലേ? ഈ ടു ഡിജിറ്റ് ഇൻറ്റു ടു ഡിജിറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് സാധാരണ രീതി ചെയ്യുന്ന എളുപ്പമായിട്ട് തോന്നുമായിരിക്കും. പക്ഷെ ഈ രീതി ചെയ്യുന്നത് കുറച്ചും കൂടെ എളുപ്പമാണ്. നിങ്ങൾക്ക് അതാണ് കംഫർട്ടബിൾ എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക. പക്ഷെ ഈ 3 ഇൻറ്റു 2 ഡിജിറ്റ് വരുമ്പോഴും 3 ഡിജിറ്റ് ഇൻറ്റു 3 ഡിജിറ്റ് വരുമ്പോഴും ഇങ്ങനത്തെ രീതി ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. നിങ്ങൾക്ക് ഒരുപാട് ടൈം ലാഭിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ 2 ഡിജിറ്റ് ഇൻറ്റു 2 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷനും 3 ഡിജിറ്റ് ഇൻറ്റു 3 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷനും നമുക്ക് മനസ്സിലായേ. ഇനി അടുത്ത 3 ഡിജിറ്റ് ഇൻറ്റു 3 ഡിജിറ്റ് നോക്കാം. ഓക്കെ, 3 ഡിജിറ്റ് ഇൻറ്റു 3 ഡിജിറ്റ്. ഇപ്പൊ നമ്പർ 3, 4, 5 ഇൻറ്റു 1, 2, 3. 3 ഡിജിറ്റ് ഇൻറ്റു 3 ഡിജിറ്റ് വരുന്ന കേസിലും എന്ത് മാറ്റമില്ല. ഫസ്റ്റ് സ്റ്റെപ്പിൽ യാതൊരു മാറ്റമില്ല. എന്താണ്? 3 ഇൻറ്റു 5. 3 ഇൻറ്റു 5 എത്രയാണ്? 15 ആണ് അല്ലെ? ബാക്കി എത്ര ഉണ്ട്? 1 ബാക്കിയുണ്ട്. ഇനി നോക്കിയേ, നേരത്തെ പോലെ 4 ഇൻറ്റു 3. സെക്കൻഡ് സ്റ്റെപ്പ് ഞാൻ എഴുതി കാണിക്കാം, കൺഫ്യൂഷൻ ആവണ്ട. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 345 ഇൻറ്റു 123. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ഏത് ഡിജിറ്റ്? അവസാനത്തെ 2 ഡിജിറ്റുകൾ മാത്രം, 4ഉം 5ഉം 2ഉം 3ഉം മാത്രം ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക. അതായത് 4 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 5 എന്ത് കിട്ടി? 12 പ്ലസ് 10 22 എന്ന് കിട്ടി. നേരത്തെ റിമൈൻഡർ 1 ഉള്ളത് കൊണ്ട് അത് ആഡ് ചെയ്യുക, 23 ആയി. യൂണിറ്റ് ഡിജിറ്റ് എഴുതുക. ബാക്കി എത്ര ഉണ്ട്? 2 ഉണ്ട്. 23ൽ 3 അല്ലേ നമ്മൾ എഴുതിയുള്ളൂ, 2 ബാക്കിയുണ്ട്. ഇനി അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് 345 ഇൻറ്റു 1, 2, 3. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാം ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുക. എല്ലാം ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക. അതായത് ഈ 3ഉം 3ഉം ഈ 1ഉം 5ഉം ഈ 4 ഇൻറ്റു, അതായത് 3 ഇൻറ്റു 3 പ്ലസ് 4 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 5. 3 ഇൻറ്റു 3 എത്ര കിട്ടി? 9 കിട്ടി. 4 ഇൻറ്റു 2 8 കിട്ടി. 1 ഇൻറ്റു 5 5 കിട്ടി. നോക്കിയേ, 9 പ്ലസ് 8 എത്രയാണ്? 17 ആണ്. 17 പ്ലസ് 5 22 കിട്ടി. നേരത്തെ കേസിൽ എന്തുണ്ടായിരുന്നു? 2 ബാക്കി ഉണ്ടായിരുന്നു, അതും കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. 22 പ്ലസ് 2 24. എന്ത് കിട്ടി? 4 എന്ന് എഴുതുക. ഇവിടെയും ബാക്കി എത്ര ഉണ്ട്? 2 ഉണ്ട് അല്ലെ? ഇനി അടുത്ത സ്റ്റെപ്പ് 3, 4, 5 ഇൻറ്റു 1, 2, 3. നോക്കി, നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഈ 2 ഡിജിറ്റ് എടുത്ത് 4ഉം 5ഉം എടുത്ത് 2ഉം 3ഉം എടുത്ത് ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്തു. അതിന് പകരം ഇനി എടുക്കാൻ പോകുന്നത് ഈ 3ഉം 4ഉം 1ഉം 2ഉം ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ എങ്ങനെ വരും? 3 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 4. അതായത് 3 ഇൻറ്റു 2 6, 6 പ്ലസ് 4 10. നേരത്തെ റിമൈൻഡർ എത്ര ഉണ്ടായിരുന്നു? 2 ഉണ്ടായിരുന്നു. അപ്പൊ 12. യൂണിറ്റ് ഡിജിറ്റ് മാത്രം എഴുതുക, 12 എഴുതുക. ഇനി ബാക്കി എന്തേ ഉള്ളൂ? 1 ഉള്ളൂ. ഈ ലാസ്റ്റ് സ്റ്റെപ്പ് പഴയതുപോലെ തന്നെ 3 ഇൻറ്റു 1. നോക്കി, എന്ത് മാത്രമേ ഉള്ളൂ? 3 ഇൻറ്റു 1. 3 ഇൻറ്റു 1 എത്ര? 3 തന്നെയാണ് അല്ലെ? നേരത്തെ ഒരു റിമൈൻഡർ കൂടെ ഉണ്ടായിരുന്നു 1. അപ്പൊ 3 പ്ലസ് 1 4. ഓക്കെ, നമ്മൾ ഇത്രയും സ്റ്റെപ്പ് ഒന്നും എഴുതരുത്. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുന്നതാണ്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്തെ എന്ത് ചെയ്തോളാം? പെട്ടെന്ന് അങ്ങ് ചെയ്യാം. എന്താ നോക്കിയോ, വേറൊരു നമ്പർ ഉദാഹരണം തന്നാ 248 ഇൻറ്റു 334 എടുത്തു. നോക്കി, എങ്ങനെ ചെയ്യാൻ നോക്കിയോ, പെട്ടെന്ന് നോക്കാം. 8 ഇൻറ്റു 4 എത്ര? 32 ആണ്. യൂണിറ്റ് ഡിജിറ്റ് എഴുതി. 3 ബാക്കി. അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? 4 ഇൻറ്റു 4 പ്ലസ് 8 ഇൻറ്റു 3. 4 ഇൻറ്റു 4 എത്രയാ? 16 ആയിരുന്നു. 3 ഇൻറ്റു 8 എത്രയാ? 24 ആയിരുന്നു. എത്ര കിട്ടി? 24 പ്ലസ് 16 40. 40 പ്ലസ് 3 43. പുതിയ റിമൈൻഡർ എത്രയായി? 4 ആയി. അടുത്ത സ്റ്റെപ്പ് എന്താ? എല്ലാം ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. 2 ഇൻറ്റു 4 എത്രയാ? 8 ആണ്. 4 ഇൻറ്റു 3 എത്രയാ? 12 ആണ്. 3 ഇൻറ്റു 8 എത്രയാ? 24 ആണ്. ഇത് എത്ര കിട്ടി? 12 പ്ലസ് 8 20. 20 പ്ലസ് 24 44. നമുക്ക് റിമൈൻഡർ എത്രയാ? 4 ആണ്. 44ന്റെ കൂടെ 4 കൂട്ടിയാൽ 48. പിന്നെ റിമൈൻഡർ ആര് തന്നെ വന്നു? 4 തന്നെ വന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? ഈ 2ഉം 4ഉം 3ഉം 3ഉം ക്രോസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാന്നുള്ളത്. 2 ഇൻറ്റു 3 എത്രയാ? 6 ആണ്. 4 ഇൻറ്റു 3 എത്രയാ? 12 ആണ്. എത്ര കിട്ടി? 18 എന്ന് കിട്ടി. റിമൈൻഡർ എത്ര ഉണ്ടായിരുന്നു? 4 ഉണ്ടായിരുന്നു. 18 പ്ലസ് 4 22. എന്ത് ചെയ്യാ? യൂണിറ്റ് ഡിജിറ്റ് മാത്രം എഴുതുക. ബാക്കി എത്ര ഉണ്ട്? 2. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്താ? 2 ഇൻറ്റു 3. 2 ഇൻറ്റു 3 എത്ര? 6. 6 പ്ലസ് 2 നേരത്തെ ബാക്കിയുള്ള 2 ആഡ് ചെയ്താൽ എന്ത് കിട്ടി? 8 കിട്ടി. അതാണ് 248 ഇൻറ്റു 334 എന്ന് പറയും. ഓക്കെ, നമ്മൾ സാധാരണ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കുമായിരുന്നു. ഇത് നമുക്ക് പെട്ടെന്ന് കിട്ടി. ഓക്കെ, 2 ഡിജിറ്റ് ഇൻറ്റു 2 ഡിജിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ സാധാരണ രീതി ചെയ്താലും ഏകദേശം ആക്ച്വലി അത്ര സമയം എടുക്കൂല. എന്നാലും പക്ഷേ 3 ഡിജിറ്റ് ഇൻറ്റു 2 ഡിജിറ്റ് വരുന്ന കേസിലും 3 ഡിജിറ്റ് ഇൻറ്റു 3 ഡിജിറ്റ് വരുന്ന കേസിലും ഇതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പം.
ഓക്കെ ആണേ. ഇത് നമുക്ക് കുറച്ച് PYQ ചെയ്യാം. ഇത് 2024 RPF ചോദിച്ചാണ്, RPF കോൺസ്റ്റബിൾ ചോദിച്ചാണ്. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്തോണം, കറക്റ്റ് ആ ബോട്ട് മാസ് റൂൾ പ്രകാരം തന്നെ ചെയ്യാം. ഇതിനകത്ത് ആദ്യം എന്തുണ്ട്, ബ്രാക്കറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ബ്രാക്കറ്റ് ഓപ്പറേഷൻ തന്നെ ചെയ്തോണം. നോക്കിയേ, 24 ഡിവൈഡഡ് ബൈ 3. 24 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ എത്രയാ, 8 ആണ് അല്ലെ. ഇനി 6ന്റെ ക്യൂബ്, 6ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാ, 6 × 6 × 6 എത്ര കിട്ടി, 216 എന്ന് കിട്ടി. മൈനസ് 5ന്റെ സ്ക്വയർ എത്രയാ, 25 ആണ്. പ്ലസ് നമ്മൾ 24 ബൈ 3 ചെയ്തായിരുന്നു, 8 കിട്ടി. 8 സ്ക്വയർ, 8ന്റെ സ്ക്വയർ എത്രയാ, 64 ആണ്. 64 മൈനസ് 2 പ്ലസ്, ഇനി അടുത്ത 6 × 1. ബോട്ട് മാസ് പ്രകാരം ഇനി അടുത്ത ആരാ ചെയ്യേണ്ടത്, ബോട്ട് മാസ് പ്രകാരം ഇനി അടുത്ത ആരാ ചെയ്യേണ്ടത്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. 6 × 1 ആണ് ചെയ്യേണ്ടത്, 6. ഇനി നോക്കിയേ, 216 പ്ലസ് 64 അതല്ലേ കൂട്ടാൻ എളുപ്പം എനിക്ക്. 216 64 കൂട്ടിയാൽ എനിക്ക് എത്ര കിട്ടും, 280 എന്ന് കിട്ടും. ഇനി 280 മൈനസ് 25 മൈനസ് 2 പ്ലസ് 6 എത്രയാണ്, പ്ലസ് 4. ഇതെന്താ, 280 മൈനസ് 21. 280 ന്ന് 21 പോയാൽ 250. എന്ത് വന്നു, ഓപ്ഷൻ ഡി വന്നു. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ മതി. ഇതേപോലത്തെ ബേസിക് ക്വസ്റ്റ്യൻ 3 എണ്ണം ചോദിക്കും. ഓക്കെ, ഇതേപോലത്തെ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻ ചോദിക്കും. നമുക്ക് 3 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചുമ്മാ സ്കോർ ചെയ്യാൻ പറ്റും. 3 കുറഞ്ഞതാണ്. ഓക്കെ, 3 ക്വസ്റ്റ്യൻ കുറഞ്ഞത് ചോദിച്ചിരിക്കും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇതും RPF കോൺസ്റ്റബിൾ ചോദിച്ചാണ്. സിംപ്ലിഫൈ 2/3 ഇൻറ്റു 6/5 പ്ലസ് 12/25 ഇൻറ്റു 20/3. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം എന്ത് ചെയ്തോണം, ബ്രാക്കറ്റ് വേണം ആദ്യം ചെയ്യാൻ അല്ലേ. 2 ബ്രാക്കറ്റ് ഉണ്ട്, ബ്രാക്കറ്റ് വേണം ആദ്യം ചെയ്യാൻ. നോക്കാം, 2/3 ഇൻറ്റു 6/5 ആദ്യം ചെയ്യാം. 2/3 ഇൻറ്റു 6/5 ഇതാ, 3ഉം 6ഉം ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും, 4/5 എന്ന് കിട്ടും അല്ലെ. 4/5 എന്ന് കിട്ടും. ഇനി അടുത്ത കേസ്, 12/25 ഇൻറ്റു 20/3. ഇത് നോക്കിയേ, ഈ 3ഉം 12ഉം ക്യാൻസൽ ചെയ്യാം, ഈ 20ഉം 25ഉം ക്യാൻസൽ ചെയ്യാം അല്ലെ. ഇതെന്ത് കിട്ടി, പ്ലസ് 16/5 എന്ന് കിട്ടി. സോറി, എന്ത് കിട്ടി, പ്ലസ് 16/5 എന്ന് കിട്ടി. ഇനി നോക്കിയേ, 4/5 പ്ലസ് 16/5 അതെന്താ, LCM 5 തന്നെയാണ്. 20/5 എന്ന് പറഞ്ഞു. 20/5 എത്രയാണ്, 4 ആണ് അല്ലെ. കിട്ടിയല്ലോ, ആദ്യത്തെ ക്വസ്റ്റ്യൻ കിട്ടി. അടുത്തിലോട്ട് പോകാലോ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 72 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 88 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 19 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 8 മൈനസ് 7. ഓക്കെ, ഇതും 2024 SIക്ക് ചോദിച്ചാണ് കേട്ടോ, RPF SIക്കാണ് ചോദിച്ചത്. നോക്കാം, ഈ ഒരുപാട് ബ്രാക്കറ്റ് വന്നാൽ ഏറ്റവും അകത്തുള്ള ബ്രാക്കറ്റ് വരണം. ഇത് രണ്ടും ഇതൊരു ബ്രാക്കറ്റ്, ഇത് സെപ്പറേറ്റ് ആയതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്തിട്ട് ഇത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഇത് ചെയ്യാം. 8 മൈനസ് 7, 8 മൈനസ് 7 എത്രയാ, 1 ആണ്. ഇനി എന്താണുള്ളത്, 88 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 19 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 1. 19 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 1 എന്ന് പറയുന്നത് എത്ര തന്നെയാ, 19 തന്നെയാണ് അല്ലേ. ഇനി അടുത്ത് നോക്കാം, 88 ഡിവൈഡഡ് ബൈ 4. 88 ഡിവൈഡഡ് ബൈ 4 അത് എത്രയാ, 88 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് 22 ആണ്. അപ്പൊ എന്ത് വന്നു, 22 പ്ലസ് 19 എന്ന് വന്നു. 22 പ്ലസ് 19 എന്ന് പറയുന്നത് എത്രയാണ്, 41 ആണ്. ഇനി അതേപോലെ ഇവിടുത്തെ കേസ് നോക്കുക, 72 ഡിവൈഡഡ് ബൈ 3. 72 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്, 24 ആണ് അല്ലെ. 24 ആണ്. എന്ത് വന്നു, 24. നമ്മുടെ ഫൈനൽ ആൻസർ വന്നത് 24 ഇൻറ്റു 41 ആണ്. 24 ഇൻറ്റു 41 ആണ്. 24 ഇൻറ്റു 41 നമ്മൾ എങ്ങനെയാ നേരത്തെ കൂടെ പഠിച്ചോളൂ, 2 ഡിജിറ്റ് ഇൻറ്റു 2 ഡിജിറ്റ്. 1 ഇൻറ്റു 4 എത്രയാ, 4 ആണ്. ഇനി ക്രോസ് ചെയ്യാം, 4 ഇൻറ്റു 4 16 പ്ലസ് 2 ഇൻറ്റു 1. 2 ഇൻറ്റു 1 എത്രയാ, 2 ആണ്. 16 പ്ലസ് 2 18. 8 എടുക്കുക, 1 ബാക്കി. 4 ഇൻറ്റു 2 8, റിമൈൻഡർ ഉണ്ടോ, 1 ആഡ് ചെയ്യുക. 8 പ്ലസ് 1 9, 984. എന്ത് വന്നു, ഓപ്ഷൻ എ വന്നു. ഓക്കെ, ക്ലിയർ അല്ലേ. ഇനി നിങ്ങൾ ഒരു കാര്യം നോക്കിയേ, നിങ്ങൾ ചിലപ്പം ഈ രീതി ചെയ്താൽ നമുക്ക് എളുപ്പമാണ് അല്ലെ. പക്ഷെ ഇനി നോക്കുക, ഈ 24 ഇൻറ്റു 41 നമ്മൾ അത് ചെയ്യണോ. 24 ഇൻറ്റു 41 ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും, 24 ഇൻറ്റു 41 ചെയ്ത് കഴിഞ്ഞാൽ എന്റെ അവസാനത്തെ ഡിജിറ്റ് എന്തായിരിക്കും, 4 ആയിരിക്കും അല്ലെ. അവസാനത്തെ ഡിജിറ്റ് 4 ആയിരിക്കും. ഈ 4 ഓപ്ഷനിലും അവസാനത്തെ ഡിജിറ്റ് 4 വരുന്ന എത്ര എണ്ണം ഉണ്ട്, ഒറ്റ ഒന്നേ ഉള്ളൂ. ഓക്കെ, അവസാനത്തെ ഡിജിറ്റ് വരുന്ന എത്ര എണ്ണേ ഉള്ളൂ, ഒറ്റ ഒന്നേ ഉള്ളൂ. അപ്പൊ ആൻസർ എന്തായിരിക്കും, നമുക്ക് ആദ്യം മനസ്സിലായി. നമ്മൾ വെറുതെ കാൽക്കുലേറ്റ് ചെയ്യണോ, വേണ്ട. വെറുതെ കാൽക്കുലേറ്റ് ചെയ്ത് എന്ത് ചെയ്യണ്ട, സമയം കളയേണ്ട ആവശ്യകതയില്ല. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാലോ. ഫൈൻഡ് ദ വാല്യൂ ഓഫ്
1 by 7 the whole raised to minus 4 plus 1 by 9 the whole raised to minus 4 plus 1 by 5 the whole raised to minus 4. ഓക്കെ, ഇത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണേ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് റൈസ് ടു എ ഇൻറ്റു എക്സ് റൈസ് ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റൈസ് ടു എ പ്ലസ് ബി ആണ്. ഓക്കെ, എക്സ് റൈസ് ടു എ ഇൻറ്റു എക്സ് റൈസ് ടു ബി എന്ന് പറയുന്നത് എന്താണ്? എക്സ് റൈസ് ടു എ പ്ലസ് ബി ആണ്. അതായത് എക്സ് റൈസ് ടു 2 ഇൻറ്റു എക്സ് റൈസ് ടു 4 എന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എക്സ് റൈസ് ടു 2 പ്ലസ് 4 ആണ്. അതായത് എത്രയാണ്? എക്സ് റൈസ് ടു 6 ആണ്. ഇനിയിപ്പോ മറിച്ച് എക്സ് റൈസ് ടു 2 ഇൻറ്റു എക്സ് റൈസ് ടു 4 ഇൻറ്റു എക്സ് റൈസ് ടു 6 ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ എന്താണ്? എക്സ് റൈസ് ടു എ ഇൻറ്റു എക്സ് റൈസ് ടു ബി ഇൻറ്റു എക്സ് റൈസ് ടു സി എന്ന് പറയുന്നത് എന്താ? എക്സ് റൈസ് ടു എ പ്ലസ് ബി പ്ലസ് സി ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കേസിൽ എങ്ങനെ വരും? എക്സ് റൈസ് ടു 2 പ്ലസ് 4 പ്ലസ് 6 എന്ന് വരും. അതായത് എത്രയാണ്? എക്സ് റൈസ് ടു 12 ആണ്. ഓക്കെ, ഇനി അടുത്ത വേറൊരു ഉദാഹരണം പറയാം. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് റൈസ് ടു മൈനസ് 4 ആണെങ്കിൽ എങ്ങനെ വരും? അതായത് എക്സ് റൈസ് ടു 2 മൈനസ് 4. അതായത് എത്ര? എക്സ് റൈസ് ടു മൈനസ് 2 എന്ന് വരും. ഓക്കെ, അതെപ്പോഴും ഓർത്തിരിക്കുക. എക്സ് റൈസ് ടു എ ഇൻറ്റു എക്സ് റൈസ് ടു ബി എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് റൈസ് ടു എ പ്ലസ് ബി ആണ്. അതേപോലെ അടുത്തത് എക്സ് റൈസ് ടു എ ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു ബി ആണെങ്കിലോ? എക്സ് റൈസ് ടു എ ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു ബി അതാണെങ്കിൽ എക്സ് റൈസ് ടു എ മൈനസ് ബി ആണ്. ഓക്കെ, എക്സ് റൈസ് ടു എ ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു ബി ആണെങ്കിൽ അതെന്താണ്? എക്സ് റൈസ് ടു എ മൈനസ് ബി ആണ്. നേരത്തെ പോലെ ഉദാഹരണം പറയാം. എക്സ് റൈസ് ടു 4 ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 3 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? എക്സ് റൈസ് ടു 4 മൈനസ് 3. അത് എത്ര വന്നു? എക്സ് റൈസ് ടു 1. ഇനി എക്സ് റൈസ് ടു 4 ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 8 ആണെങ്കിലോ? എക്സ് റൈസ് ടു 4 മൈനസ് 8 എന്ത് വന്നു? എക്സ് റൈസ് ടു മൈനസ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നോക്കാം. എക്സ് റൈസ് ടു എ ദ ഹോൾ റൈസ് ടു ബി. എക്സ് റൈസ് ടു എ ദ ഹോൾ റൈസ് ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റൈസ് ടു എ ഇൻറ്റു ബി ആണ്. ഓക്കെ, എക്സ് റൈസ് ടു എ ഇൻറ്റു എക്സ് റൈസ് ടു ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് റൈസ് ടു എ ഇൻറ്റു ബി ആണ്. അതായത് എക്സ് റൈസ് ടു 4 ദ ഹോൾ റൈസ് ടു 2 എന്നുണ്ടെങ്കിൽ അതെന്താണ്? എക്സ് റൈസ് ടു 4 ഇൻറ്റു 2 ആണ്. അതെത്ര? എക്സ് റൈസ് ടു 8 ആണ്. ഇനി മറിച്ച് എക്സ് റൈസ് ടു 3 ദ ഹോൾ റൈസ് ടു 3 എന്നുണ്ടെങ്കിൽ അതെന്താണ്? എക്സ് റൈസ് ടു 3 ഇൻറ്റു 3 ആണ്. അതായത് എത്രയാണ്? എക്സ് റൈസ് ടു 9 ആണ്. ഓക്കെ ആണേ? ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഉണ്ട്. എക്സ് റൈസ് ടു മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു എ ആണ്. ഓക്കെ, എന്താണ്? എക്സ് റൈസ് ടു മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു എ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് റൈസ് ടു മൈനസ് 4 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 4 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് റൈസ് ടു മൈനസ് 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ആയിരിക്കും. എക്സ് റൈസ് ടു മൈനസ് വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു വൈ ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ എക്സ് ഡിവൈഡഡ് ബൈ വൈ ദ ഹോൾ റൈസ് ടു മൈനസ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതങ്ങ് തിരിച്ചിട്ടാൽ മതി അല്ലെ? വൈ ബൈ എക്സ് ദ ഹോൾ റൈസ് ടു എ ആയിരിക്കും. അതായത് 1/2 ദ ഹോൾ റൈസ് ടു മൈനസ് 3 എന്ന് പറയുന്നത് എന്താണ്? 2/1 ദ ഹോൾ റൈസ് ടു 3 ആണ്. അതായത് എന്താണ്? 2 ക്യൂബ് ആണ്. ഓക്കെ, ക്ലിയർ ആണ്? അത്രയും കാര്യം ഒന്ന് എഴുതി വെച്ചേക്കണേ. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാലോ. ഇതാ ഇൻ കേസ് അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് എഴുതി വെച്ചേക്കുക. ഇതേ ക്വസ്റ്റ്യൻ 1/7 ദ ഹോൾ റൈസ് ടു മൈനസ് 4. 1/7 ദ ഹോൾ റൈസ് ടു മൈനസ് 4 എന്ന് പറയുന്നത് അപ്പൊ എന്താണ്? 7 ഡിവൈഡഡ് ബൈ 1 ദ ഹോൾ റൈസ് ടു 4 ആണ്. അതേപോലെ 1/9 ദ ഹോൾ റൈസ് ടു മൈനസ് 4 എന്ന് പറയുന്നത് എന്താ? 9 ഡിവൈഡഡ് ബൈ 1 ദ ഹോൾ റൈസ് ടു 4 ആണ്. അതേപോലെ 1/5 ദ ഹോൾ റൈസ് ടു മൈനസ് 4 എന്ന് പറയുന്നത് എത്രയാ? 5/1 ദ ഹോൾ റൈസ് ടു 4 ആണ്. ഇനി ഡിവൈഡ് ബൈ 1 ആയതുകൊണ്ട് അത് ഇല്ലെന്ന് വെക്കാം. അതായത് 7 റൈസ് ടു 4 പ്ലസ് 9 റൈസ് ടു 4 പ്ലസ് 5 റൈസ് ടു 4.
നോക്കിയേ, ഈ 7⁴ എന്നുള്ളതിന് എനിക്ക് 7² എന്ന് എഴുതാലോ. അതായത് x⁴ എന്ന് പറയുന്നത് എന്താണ്? x⁴ into b ആണ്. അതായത് 7⁴ എന്ന് പറഞ്ഞാൽ എന്താ? 7⁴ into 2 ആണ്. പ്ലസ് 9⁴ എന്നുള്ളതിന് അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? 9⁴ പ്ലസ് 5⁴ എന്നുള്ളതിന് എനിക്ക് എങ്ങനെ എഴുതാം? 5⁴ എന്ന് എഴുതാവേ. ഇനി 7⁴ എന്നുള്ളത് 7⁴ എന്ന് പറയുന്നത് എത്രയാ? 49 ആണ്. 7ന്റെ സ്ക്വയറിലെ 49. അതായത് 49² പ്ലസ് 9ന്റെ സ്ക്വയർ എത്രയാ? 81. 81² പ്ലസ് 5² 5ന്റെ സ്ക്വയർ എത്രയാ? 25 ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതും കുറച്ച് കാൽക്കുലേറ്റീവ് ആയിട്ട് തോന്നുമായിരിക്കും. പക്ഷെ നിങ്ങൾ നോക്കിയേ, യൂണിറ്റ് ഡിജിറ്റ് ഓപ്ഷൻ നോക്കിയേ, ഓപ്ഷൻ എല്ലാത്തിലും യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? വേറെ വേറെയാണ് അല്ലെ? യൂണിറ്റ് ഡിജിറ്റ് 6, 8, 7, 4 ആണ്. യൂണിറ്റ് ഡിജിറ്റ് സെയിം ആയിരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ഇവിടുത്തെ കേസിൽ എന്താണ്? യൂണിറ്റ് ഡിജിറ്റ് സെയിം അല്ല. അപ്പൊ നമ്മൾ മുഴുവൻ കാൽക്കുലേറ്റ് ചെയ്യണോ? വേണ്ട. നോക്കിയേ, 49ന്റെ സ്ക്വയറിന്റെ അർത്ഥം എന്താണ്? 49 into 49 ആണ്. അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 9 into 9 ആയ 81 ഒന്നായിരിക്കും. അതായിരിക്കും അതിന്റെ അവസാനത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് അല്ലെ? ഇതിന്റെ അവസാനത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും. 1 പ്ലസ് 81². ഇതിന്റെയും അവസാനത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അതായത് 81 into 81 ആണ്. യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അതേപോലെ 25². 25² എന്ന് പറഞ്ഞാൽ എന്താ? 25 into 25. യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 5 ആയിരിക്കും അല്ലെ? 5 into 5 എത്ര? 25. അതിൽ 5 ആയിരിക്കും. ഇനി നോക്കിയേ, 1 plus 1 plus 5 എത്ര കിട്ടി? 7 കിട്ടി. യൂണിറ്റ് ഡിജിറ്റ് 7 ആയിരിക്കണം. നോക്കിയേ, ഈ ഓപ്ഷനിൽ യൂണിറ്റ് ഡിജിറ്റ് 7 ഉള്ളത് എത്ര എണ്ണം ഉണ്ട്? ഒരൊറ്റ ഒരെണ്ണേ ഉള്ളൂ. നമുക്ക് എന്ത് കിട്ടി? ഓപ്ഷൻ കിട്ടി. കിട്ടിയേ? ഇനിയിപ്പോ മറിച്ച് വേറെ ഏതെങ്കിലും ഓപ്ഷനകത്ത് 7 ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് ലാസ്റ്റ് ഓപ്ഷൻ 9, 5, 9, 7 എന്നുണ്ടായിരുന്നെങ്കിൽ, ഇവിടെ 9, 6 വരെ 7 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നേനെ? നമ്മൾ ഇതെല്ലാം മുഴുവൻ ചെയ്യേണ്ടി വന്നേനെ. ഓക്കെ, അത് നിങ്ങൾ നോക്കുക. ഓപ്ഷനിൽ യൂണിറ്റ് ഡിജിറ്റ് 1 ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. വേണ്ട, നമ്മൾ ഒരുപാട് സമയം ലാഭിച്ചു. ഇനി നിങ്ങൾക്ക് സ്ക്വയർ എങ്ങനെ എളുപ്പം കണ്ടുപിടിക്കാന്നുള്ളതോടെ പറഞ്ഞുതരാം. ഓക്കെ, സ്ക്വയർ എങ്ങനെയാ പെട്ടെന്ന് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. അതൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചു. ഓക്കെ, നിങ്ങൾക്ക് ഈ 45, 55, 75 ഇങ്ങനെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര എളുപ്പമാണ് കണ്ടുപിടിക്കും. ഓക്കെ, ഈ യൂണിറ്റ് ഡിജിറ്റ് 5 വരുന്നതിന്റെ സ്ക്വയർ, യൂണിറ്റ് ഡിജിറ്റ് 5 വരുന്നതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് അതിന്റെ അവസാനത്തെ 2 ഡിജിറ്റ് 25 ആയിരിക്കും. ഏത് കേസ് ആണെങ്കിലും, എത്ര വലിയ നമ്പർ ആണെങ്കിലും, എത്ര വലിയ 2 ഡിജിറ്റോ 3 ഡിജിറ്റോ 4 ഡിജിറ്റോ ആണെങ്കിലും എന്താണ് ഏറ്റവും അവസാനത്തെ 2 ഡിജിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 25 ആയിരിക്കും. ഇനി ബാക്കി എങ്ങനെ ചെയ്യാന്നുള്ള, ഈ 5 മാറ്റി കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത്? 4 ആണുള്ളത്. 4ന്റെ തൊട്ടടുത്ത നമ്പർ എത്രയാ? 5 ആണ് അല്ലേ? ആ 4നെ 5 കൊണ്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4 into 5 എത്രയാ? 20 ആണ്. അങ്ങനെയാണെങ്കിൽ 55ന്റെ അതേപോലെ അവസാനത്തെ 2 ഡിജിറ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 25 ആയിരിക്കും. ഇനി ബാക്കി എന്താ ഉള്ള? 5 ആണ്. 5ന്റെ തൊട്ടടുത്ത നമ്പർ എത്രയാ? 6 ആണ്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 into 6 30. അങ്ങനെയാണെങ്കിൽ 75ന്റെ ചെയ്യാലോ. അവസാനം 25 ആയിരിക്കും. 7 കഴിഞ്ഞാൽ തൊട്ടടുത്ത നമ്പർ എത്രയാ? 8 ആണ്. 7 × 8 56. 5625. വേറൊരു ഉദാഹരണം ചെയ്യാം. 95ന്റെ സ്ക്വയർ അവസാനം 25 ആയിരിക്കും. 9. 9ന്റെ തൊട്ടടുത്ത നമ്പർ എത്രയാ? 10 ആണ്. 9 × 10 90. 90 25. വേറൊരു ഉദാഹരണം 115ന്റെ സ്ക്വയർ അവസാനം എന്തായിരിക്കും? 25 ആയിരിക്കും. ബാക്കി 5 മാറ്റി കഴിഞ്ഞാൽ ആരാ ഉള്ള? 11 ആണുള്ളത്. 11ന്റെ തൊട്ടടുത്ത് വരുന്ന നമ്പർ ഏതാ? 12 ആണ്. അപ്പൊ 12 into 11. 12 into 11 എത്ര? 132. അപ്പൊ 115ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 13,225 ആയിരിക്കും. ക്ലിയർ ആണ്? യൂണിറ്റ് ഡിജിറ്റ് 5 വന്നാൽ സ്ക്വയർ കണ്ടുപിടിക്കേണ്ട എങ്ങനെയാന്ന് ക്ലിയർ ആയേ? സാധാരണ ഒരു നമ്പർ, സാധാരണ ഒരു 2 ഡിജിറ്റ് നമ്പർ തന്നാൽ അതിന്റെ സ്ക്വയർ. നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു 2 ഡിജിറ്റ് നമ്പറിന്റെ സ്ക്വയർ, ഏറ്റവും വലിയ 2 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ ഒരു 2 ഡിജിറ്റ് നമ്പർ ഇൻറ്റു 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് മാക്സിമം പോകുന്നത് ഒരു 4 ഡിജിറ്റ് നമ്പർ വരെയാണ്. അതൊരു 5 ഡിജിറ്റ് നമ്പർ ആവില്ല. ഓക്കെ, അതായത് ഈ 99 into 99 എന്ന് പറയുന്നവരെ 9801 ആണ്. അതായത് ഒരു 2 ഡിജിറ്റ് ഇൻറ്റു 2 ഡിജിറ്റ് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു 4 ഡിജിറ്റ് നമ്പറിനെ ആയിരിക്കും. ഓക്കെ, അതൊന്ന് ഓർത്തിരുന്നോളെ. ഇനി ഒരു 2 ഡിജിറ്റ് നമ്പർ,
ഇഷ്ടമുള്ള നമ്പറാണ് 63. ഓക്കെ, 63. ഇതിന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം നോക്കുക. 63ന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം? സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് 6 ഒന്ന് 3 ആണ്. 6ന്റെ സ്ക്വയർ എത്രയാ? 36. ഇനി 3ന്റെ സ്ക്വയർ എത്രയാ? 9 ആണ്. പക്ഷെ 9 എഴുതുന്നത് നിങ്ങൾ 2 ഡിജിറ്റ് ഫോമിൽ എഴുതുക. 9ന് പകരം 09 എന്ന് എഴുതുക. മറിച്ച് 2 ആയിരുന്നെങ്കിലോ 2ന്റെ സ്ക്വയർ എത്രയാ? 4 ആണ്. അപ്പൊ നിങ്ങൾ 4 എഴുതരുത്, 04 എന്ന് എഴുതും. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ഡിജിറ്റില്ലേ 6ഉം 3ഉം, ആ 6നെയും 3നെയും മൾട്ടിപ്ലൈ ചെയ്യുക. എയും ബിയും ആണെങ്കിൽ a ഇൻറ്റു ബി ചെയ്യുക. a ഇൻറ്റു ബി ചെയ്തിട്ട് അതിന്റെ ഇരട്ടി എടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 6 ഇൻറ്റു 3, ഇവിടുത്തെ കേസിൽ 6 ഇൻറ്റു 3 എത്രയാ? 18 ആണ്. 18 ഇൻറ്റു 2 എത്രയാ? 36 ആണ്. ആ 36 നമ്മൾ ഈ നേരത്തെ എഴുതിയ 3609 ഇല്ലേ, അതിൽ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട്, അതായത് ഈ 9ന്റെ അവിടെ എഴുതരുത്, അതിന്റെ ഇപ്പുറത്തായിട്ട് എഴുതുക 36. എന്നിട്ട് നമ്മൾ സാധാ ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്യുക. 9 0 പ്ലസ് 6 6 6 പ്ലസ് 3 9 3. 63ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3969 ആയിരിക്കും. ഓക്കെ, വേറൊരു ഉദാഹരണം പറയാം. വേറൊരു ഉദാഹരണം എടുത്തോ. 78ന്റെ സ്ക്വയർ. 7ന്റെ സ്ക്വയർ എത്രയാ? 49 ആണ്. 8ന്റെ സ്ക്വയർ എത്രയാ? 64 ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? 7 ഇൻറ്റു 8 ചെയ്യുക, എന്നിട്ട് അതിന്റെ ഡബിൾ എടുക്കുക. 8 ഇൻറ്റു 7 എത്രയാ? 56 ആണ്. 56ന്റെ ഇരട്ടി എത്രയാ? 112 ആണ്. ഇത് ശ്രദ്ധിക്കുക, 112 വന്നു. ഈ 112 വരാൻ നേരത്ത് നിങ്ങൾ ഇവിടെ ഇങ്ങനെ എഴുതരുത്, 112 ഇങ്ങനെ എഴുതരുത്. ഓക്കെ, അത് തെറ്റാണ്. നേരത്തെ പോലെ തന്നെ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് എഴുതുക. ഈ 4ന്റെ അവിടെ ഒന്നും എഴുതരുത്, ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഒന്ന് ഇങ്ങനെ വേണം എഴുതുക. ഓക്കെ, അപ്പൊ 4 8 10 6. 78 സ്ക്വയർ എത്ര കിട്ടി? 6084 എന്ന് കിട്ടി. വേറെ ഉദാഹരണം എഴുതാം. 27ന്റെ സ്ക്വയർ. 2ന്റെ സ്ക്വയർ വരാൻ നേരത്തെ ഞാൻ പറഞ്ഞു 2 ഡിജിറ്റ് ആയിട്ട് എഴുതണം. 2ന്റെ സ്ക്വയർ എത്ര? 4 ആണ്. 4 എന്ന് എഴുതരുത്, 04 എന്ന് എഴുതുക. 7ന്റെ സ്ക്വയർ എത്രയാ? 49. ഈ നേരത്തെ പോലെ 2 ഇൻറ്റു 7 ചെയ്യുക, എന്നിട്ട് അതിന്റെ ഡബിൾ എടുക്കുക. 2 ഇൻറ്റു 7 എത്രയാ? 14 ആണ്. 14 ഇൻറ്റു 2 എത്രയാ? 28. ഓക്കെ, ആ 28 ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് എഴുതാം. 9 8 പ്ലസ് 4 12 4 പ്ലസ് 1 5 5 പ്ലസ് 2 7. എത്ര കിട്ടി? 729 എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ ആണേ? ഒരു 2 ഡിജിറ്റ് നമ്പർ വന്നാൽ സ്ക്വയർ എടുക്കാറിയാവേ. ലാസ്റ്റ് വേണമെങ്കിൽ ഇതാ ഒരു ഉദാഹരണം കൂടെ പറയാം. 98 എടുത്തു. 98. 9ന്റെ സ്ക്വയർ എത്രയാ? 81. 8ന്റെ സ്ക്വയർ എത്രയാ? 64. കിട്ടിയേ? ഇനി 9 ഇൻറ്റു 8 എത്രയാ? 72 അല്ലെ? 9 ഇൻറ്റു 8 എത്രയാ? 72. അതിന്റെ ഡബിൾ എടുക്കുക. 72 ഇൻറ്റു 2 144. ആ 144 ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് എഴുതുക. നമുക്ക് എന്ത് കിട്ടി? 4069 9604. 98ന്റെയും സ്ക്വയർ കിട്ടി. ഓക്കെ, സ്ക്വയർ കണ്ടുപിടിക്കാൻ പഠിച്ചേ. ഏതൊരു 2 ഡിജിറ്റ് നമ്പറിന്റെ സ്ക്വയർ ഇനി എളുപ്പം കണ്ടുപിടിക്കാവേ. ഇനി ഓക്കെ, ഇതെപ്പോഴും ഓർത്തിരിക്കും, ഈ മെത്തേഡ് മറക്കല്ലേ. നിങ്ങൾ സാധാ രീതി ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും എളുപ്പമാണ് ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഞാൻ കുറച്ചും കൂടെ എളുപ്പമുള്ള ഒരു കേസ് പറഞ്ഞുതരാം. സ്ക്വയർ എടുക്കാതെ തന്നെയാണ് എളുപ്പം. പക്ഷേ ഈ 50 എന്ന് പറയുന്ന നമ്പറിന്റെ അടുത്ത് വരുന്ന ഏതെങ്കിലും കേസ് ആണെങ്കിൽ, 50 എന്ന് പറയുന്ന നമ്പറിന്റെ പ്ലസ് ഓർ മൈനസ് സംതിങ്, അത് എത്ര വേണോ ആയിക്കോട്ടെ, ഞാൻ പറയാം. നോക്കിയോ, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് 53 എന്നുള്ളതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനാണെങ്കിൽ, ഓക്കെ, 53 എന്നുള്ള സ്ക്വയർ കണ്ടുപിടിക്കാനാണെങ്കിൽ ആദ്യം നിങ്ങൾ 5ന്റെ സ്ക്വയർ എഴുതുക. 5ന്റെ സ്ക്വയർ എത്രയാ? 25 അല്ലെ? ഇനി നോക്കേണ്ട കാര്യം, ഈ 53 എന്ന് പറയുന്നത് 50നേക്കാൾ എത്ര കൂടുതലാ? 3 കൂടുതലാ അല്ലെ? 3 കൂടുതലാ. ഇനി 3ന്റെ സ്ക്വയർ എത്രയാ? 9 ആണ്. നിങ്ങൾ എപ്പോഴും 2 ഡിജിറ്റ് ആയിട്ട് എഴുതുക. 9 എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? 09 എഴുതും. അപ്പൊ എത്ര വന്നു? 25 പ്ലസ് 3 എത്ര? 28 ആണ്. 2809. ഓക്കെ, 2809. 25 പ്ലസ് 3 എഴുതുക, എന്നിട്ട് 09 എഴുതുക. വേറൊരു ഉദാഹരണം പറയാം. 57ന്റെ സ്ക്വയർ. ആദ്യം നേരത്തെ പോലെ 25 എന്ന് എഴുതുക. ഇനി 50നേക്കാൾ എത്ര കൂടുതലാണ്? 7 കൂടുതലാണ്. 50നേക്കാൾ എത്ര കൂടുതലാണ്? 7 കൂടുതലാണ്. അപ്പൊ 25 പ്ലസ് 7. ഇനി 7ന്റെ സ്ക്വയർ എത്രയാ? 49. ജസ്റ്റ് 25 പ്ലസ് 7 എത്ര? 32. നേരത്തെ 49 എടുത്ത് എഴുതുക. ഓക്കെ, ക്ലിയർ ആയ? ഇനി അടുത്ത വേറൊരു ഉദാഹരണം പറയാം. 61 എടുത്തു. 61ന്റെ സ്ക്വയർ.
നേരത്തെ പോലെ എന്ത് ചെയ്യുക, 5ന്റെ സ്ക്വയർ എഴുതുക, 25 പ്ലസ്. ഇനി നോക്കിയേ, ഇതെന്ന് പറയുന്നത് 50നേക്കാൾ എത്ര കൂടുതലാ? 11 കൂടുതൽ അല്ലെ? ഇനി 11ന്റെ സ്ക്വയർ എത്രയാ? 121. ഇനി 25 പ്ലസ് 11 എത്രയാണ്? 36. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു കൺഫ്യൂഷൻ വരരുത്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മാക്സിമം 2 ഡിജിറ്റ് നമ്പർ ഇൻറ്റു 2 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയെ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ? ഒരു 4 ഡിജിറ്റ് നമ്പറെ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഇവിടുത്തെ കേസിൽ 61 ഇൻറ്റു 61 എന്ന് പറയുന്നത് 36121 എന്ന് ഡയറക്റ്റ് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പൊ തന്നെ 5 ഡിജിറ്റ് നമ്പർ ആയില്ലേ? ഇല്ല. ഇവിടെ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 3 ഡിജിറ്റ് നമ്പർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വേണം എഴുതാൻ, 121 എന്നുള്ള. ഓക്കെ, ഈ 2 1ഉം ഈ 6 പ്ലസ് 1 എത്രയാ? 7 ആണ്. ഇനി ഇവിടെ എത്ര കിട്ടി? 3 കിട്ടി. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? ഇനി 50ന് താഴോട്ടുള്ള നമ്പർ വന്നു. ഓക്കെ, 50ന് താഴോട്ടുള്ള നമ്പർ വന്നാൽ ഉദാഹരണത്തിന് 44ന്റെ സ്ക്വയർ, സെയിം പാറ്റേൺ. 5ന്റെ സ്ക്വയർ എഴുതുക. ഇത് 44 എന്ന് പറയുന്നത് 50നേക്കാൾ എത്ര കുറവാണ്? 6 കുറവാണ്. അപ്പൊ കുറയ്ക്കുക, -6. ഇനി 6ന്റെ സ്ക്വയർ എത്രയാ? 36. 25 6 പോയാൽ 19. 19 36. ഓക്കെ, ക്ലിയർ ആയേ? ഇനി അതേപോലെ വേറൊരു നമ്പർ പറയുകയാണെങ്കിൽ 47. 47ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 5ന്റെ സ്ക്വയർ എഴുതുക. ഇനി 25. 50നേക്കാൾ എത്ര കുറവാണ്? 3 കുറവാണ് അല്ലെ? 3 കുറവാണ്. 3ന്റെ സ്ക്വയർ എത്രയാണ്? 9 ആണ്. പക്ഷെ ഞാൻ പറഞ്ഞു 2 ഡിജിറ്റ് ആയിട്ട് എഴുതുക, 0നെ. 25 3 പോയാൽ 22. 22 09. ക്ലിയർ ആയേ? ഓക്കെ അല്ലേ? ഇനിയിപ്പോ 39 വരുമ്പോഴും നേരത്തെ പോലെ തന്നെ 39 വന്നു കഴിഞ്ഞാലും 39ന്റെ സ്ക്വയർ എങ്ങനെ എടുക്കും? എത്രയാണ്? 25. 5ന്റെ സ്ക്വയർ 25. 25 മൈനസ് 39 എന്ന് പറയുന്നത് 50നേക്കാൾ എത്ര കുറവാണ്? 50നേക്കാൾ എത്ര കുറവാണ്? 11 കുറവാണ് അല്ലെ? 11 കുറവാണ്. ഇനി 11ന്റെ സ്ക്വയർ എത്രയാണ്? 121. 25ന്ന് 11 കുറച്ചാൽ എത്രയാണ്? 14 ആണ്. ഇനി ബാക്കിയുണ്ട് 121. ഇങ്ങനെ വേണം എഴുതാൻ. എത്ര കിട്ടി? 152. ഓക്കെ ആണേ? കിട്ടിയേ? ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് ഇതേപോലെ ഒരു എളുപ്പ വഴിയുണ്ട് കണ്ടുപിടിക്കാൻ. ഓക്കെ, 100ന്റെ കേസ്. ഇതേപോലെ 100ന്ന് കൂടുകയോ കുറയോ ചെയ്ത 97ന്റെ കേസ് എടുക്കുക. 97ന്റെ സ്ക്വയർ. ഇനി നോക്കിയേ, ഈ 97 എന്ന് പറയുന്നത് 100നേക്കാൾ എത്ര കുറവാ? ശ്രദ്ധിച്ചേക്കെ, 100നേക്കാൾ എത്ര കുറവാ? 3 കുറവാണ്. ആ 3 അങ്ങ് 97ന്ന് കുറയ്ക്കുക. എത്ര വന്നു? 94 വന്നു. ഇനി ആ 94ന്റെ സ്ക്വയർ എടുക്കുക. സോറി, 90 അല്ല, ഈ 3ന്റെ സ്ക്വയർ. 100നേക്കാൾ 3 കുറവല്ലായിരുന്നു. ആ 3ന്റെ സ്ക്വയർ എഴുതുക. സ്ക്വയർ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? 09 ആയിട്ട് എഴുതണം. ഓക്കെ, 2 ഡിജിറ്റ് ആയിട്ട് എഴുതണം. ഇനി വേറൊരു ഉദാഹരണം നോക്കാം. 94ന്റെ സ്ക്വയർ. ഓക്കെ, ഇതല്ലേ എളുപ്പം. 94 100നേക്കാൾ എത്ര കുറവാണ്? 94 എന്ന് പറയുന്നത് 6 കുറവാണ് അല്ലെ? അപ്പൊ 94ന്ന് എന്ത് ചെയ്യുക? 6 കുറയ്ക്കുക. 94ന്ന് 6 കുറച്ചാൽ എത്ര കിട്ടി? 88 കിട്ടി. ഇനി 6ന്റെ സ്ക്വയർ എത്ര? 36. ഓക്കെ, എളുപ്പമല്ലേ? വേറൊരു ഉദാഹരണം നോക്കി. 91ന്റെ സ്ക്വയർ. 91 എന്ന് പറയുന്നത് 100നേക്കാൾ എത്ര കുറവാ? 9 കുറവാണ്. 100നേക്കാൾ എത്ര കുറവാണ്? 9 കുറവാണ്. അപ്പൊ 91ന്ന് എന്ത് ചെയ്യാം? 9 കുറയ്ക്കുക. 99ന്ന് 9 കുറച്ച് എത്ര കിട്ടി? 82 കിട്ടി. പിന്നെ ഈ 9ന്റെ സ്ക്വയർ എത്ര വന്നു? 81 വന്നു. ഓക്കെ അല്ലേ? ക്ലിയർ ആണേ? നമുക്ക് ഒരുപാട് രീതി ചെയ്യാം. നിങ്ങൾ എല്ലാം ഒന്നും പഠിക്കണ്ട. നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഏത് തോന്നുന്നു അതങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ, ഒരുപാട് രീതിയിൽ സ്ക്വയർ കണ്ടുപിടിക്കാം, ക്യൂബ് കണ്ടുപിടിക്കാം, ഒരുപാട് എളുപ്പ രീതിയുണ്ട്. ഇനിയിപ്പോ സ്ക്വയർ കണ്ടുപിടിക്കാൻ ഒരുപാട് രീതി പറഞ്ഞേ, എളുപ്പമാണേ. മനസ്സിലായേ? ഇനി നമുക്ക് ആ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഓക്കെ, നോക്കിയേ. 41 മൈനസ് 36 minus 48 divided by 2 minus 4 minus 8 divided by 2 divided by 3. ഓക്കെ, നോക്കിയോ, ഞാൻ നേരത്തെയും പറഞ്ഞു നിങ്ങൾക്ക് ഒരുപാട് ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ ബ്രാക്കറ്റിനകത്തുള്ളത് വേണം ആദ്യം ചെയ്യാം. അതേതാ? 4 minus 8 divided by 2. ബ്രാക്കറ്റിനകത്ത് പിന്നെ ബോർഡ് മാസ് റൂൾ നോക്കുക. അതിനകത്ത് ഏതാ ആദ്യം ചെയ്യേണ്ടത്? ബ്രാക്കറ്റിനകത്ത് 3 4 വന്നു കഴിഞ്ഞാൽ 3 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ബോർഡ് മാസ് റൂൾ പിന്നെ നോക്കുക. ഏതാണ് അതിനകത്ത് ആദ്യം വരുന്നത്? ഡിവിഷൻ ആണ് അല്ലെ? 8 divided by 2. 8 divided by 2 എന്ത് വന്നു? 4 വന്നു. ഇവിടെ എന്താണ്? 4 minus 4 ആണ്. 4 minus 4 എത്രയാണ്? 0 ആണ്. ഇനി നോക്കിയേ, ഇനി ഇവിടെ ഇത്രയും ഭാഗം എന്താണ്? ഇനി അടുത്തത് ഇതാണ് ചെയ്യേണ്ടത് അല്ലെ? 0 divided by 3 ആണ്. എനിത്തിങ് divided by 0 എന്താ?
സോറി, 0 ഡിവൈഡഡ് ബൈ എനിത്തിങ് എന്താ? 0 ഡിവൈഡഡ് ബൈ എനിത്തിങ് 0 ആണ്. ഓക്കെ, എനിത്തിങ് ഡിവൈഡഡ് ബൈ 0 ആണെങ്കിൽ അത് നോട്ട് ഡിഫൈൻഡ് ആണ്. അതെപ്പോഴും നോക്കുക. 0 ഡിവൈഡഡ് ബൈ എനിത്തിങ് എത്ര വലിയ നമ്പർ ആണെങ്കിലും അതെന്താണ്? 0 ആണ്. പക്ഷെ ഏതെങ്കിലും ഒരു നമ്പർ ഡിവൈഡഡ് ബൈ 0 എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കേ. ഇനി ഇത് ഇത്രയും അപ്പൊ എന്തായി പോയി? 0 ആയിട്ട് പോയി. ഇനി ബാക്കി എന്താ? 48 ഡിവൈഡഡ് ബൈ 2 ആണ്. 48 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 24 ആണ്. ഇനി ബാക്കിയുള്ള എന്താണ്? 41 മൈനസ് 36 മൈനസ് 24 ആണ് ബാക്കിയുള്ളത്, അല്ലെ? 36 മൈനസ് 24 എത്രയാണ്? 12 ആണ്. 41 മൈനസ് 12 എത്രയാണ്? 29. നമുക്ക് എന്ത് വന്നു? ഓപ്ഷൻ 29 വന്നു. ക്ലിയർ ആണ്? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫൈൻഡ് ദ സം ഓഫ് ദ റെസിപ്രോക്കൽ ഓഫ് ദ ഗിവൺ നമ്പർ. നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് ഓഫ് നമ്പേഴ്സിന്റെ റെസിപ്രോക്കലിന്റെ സം എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്, അല്ലെ? ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നതിന്റെ റെസിപ്രോക്കൽ എടുക്കാം. തന്നിരിക്കുന്ന നമ്പർ 2/5. 2/5ന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ചെഴുതിയാൽ മതി. തിരിച്ചെഴുതാൻ നേരത്തെ 2/5 തിരിച്ചെഴുതിയാൽ എന്ത് കിട്ടി? 5/2 കിട്ടി. 5/2 പ്ലസ് 5/4 തിരിച്ചിട്ടാൽ എന്തായി? 4/5 ആയി. അടുത്ത 6/8. എടാ, എനിക്ക് 6/8നെ 3/4 എന്ന് എഴുതിക്കൂടി. 6/8 എന്ന് പറഞ്ഞാൽ എന്താ? 3/4 ആണ്. അങ്ങനെ എഴുതിയവർ തെറ്റുണ്ടോ? ഇല്ല, കറക്റ്റ് ആണ്. ആ 3/4 തിരിച്ചിട്ടാൽ എന്ത് കിട്ടും? 3/4 അല്ലല്ലോ നമുക്ക് വേണ്ടത്. അതാ ഈ 6/8നെ എനിക്ക് എങ്ങനെ എഴുതാം? 3/4 എന്ന് എഴുതാം. അതിന്റെ റെസിപ്രോക്കൽ ആണ് വേണ്ട. അപ്പൊ എന്ത് വരും? 4/3 വരും. പ്ലസ് അടുത്ത 6/5 തിരിച്ചിട്ടാൽ 5/6 പ്ലസ് 9/6. ഈ 9/6നെ എനിക്ക് എങ്ങനെ എഴുതാം? 3യുടെ ടേബിളിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3/2 എന്ന് എഴുതാം. 3/2 ആണ്, പക്ഷെ നമുക്ക് വേണ്ട. അല്ല, 3/2യുടെ റെസിപ്രോക്കൽ ആണ്. 3/2യുടെ റെസിപ്രോക്കൽ എത്രയാണ്? 2/3 ആണ്. 2/. ഇനി ഇതെല്ലാത്തിന്റെ സം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? ഇതെല്ലാത്തിന്റെ സം എത്രയാണ്? നോക്കിയോ, ഇതിന്റെ എല്ലാത്തിന്റെ സം എടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? LCM എടുക്കണം, അല്ലെ? LCM എടുക്കാമല്ലോ. LCM എത്ര വന്നു? അത് LCM എടുക്കാൻ ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ നോക്കിയോ. ഡിനോമിനേറ്റർ എല്ലാം എടുത്ത് എഴുതുക. 2, 5, 3, 6, 3. ആദ്യം 2 എടുത്താൽ 1, 5, 3. 6 ഡിവൈഡ് ബൈ 2 എത്ര? 3 ആണ്. 3. ബാക്കി എത്ര വന്നു? 3. ഇനി 1, 5, 1, 1, 1. ഇനി ബാക്കി എത്ര? 5. 1, 1, 1, 1. സോറി, എത്ര വന്നു? 5 × 3 15, 15 × 2 30. LCM എത്രയെന്ന് വന്നു? 30 എന്ന് വന്നു. LCM എത്രയെന്ന് വന്നു? 30 എന്ന് വന്നു. ഇനി നിങ്ങൾക്ക് LCM കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും ചെയ്യേണ്ട. നിങ്ങൾ തന്നിരിക്കുന്ന ഡിനോമിനേറ്ററിലെ ഏറ്റവും വലിയ നമ്പർ എടുക്കുക. തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഡിനോമിനേറ്റർ ഏതാ? 6 ആണ്. ഇനി 6ന്റെ മൾട്ടിപ്പിൾസ് നോക്കിക്കൊണ്ടിരിക്കുക. 6ന്റെ മൾട്ടിപ്പിൾ എത്ര? 12. 5 12ന്റെ ടേബിൾ ഡിവിസിബിൾ ആവുമോ? ഇല്ല. അടുത്ത് നോക്കുക. 18. 18 5ന്റെ ടേബിൾ ഡിവിസിബിൾ ആവുമോ? ഇല്ല. 24 ഇല്ല. 30 5ന്റെ ടേബിൾ ഡിവിസിബിൾ ആണ്. അതേപോലെ 3ന്റെ ടേബിൾ ഡിവിസിബിൾ ആവും. ബാക്കിയുള്ള ഡിനോമിനേറ്റേഴ്സിന്റെ കേസ് നോക്കുക. എല്ലാ ഡിനോമിനേറ്റേഴ്സിനും ഡിവിസിബിൾ ആവും. 2, 5, 3, 6, 3 എല്ലാത്തിലും ഡിവിസിബിൾ ആവും, അല്ലെ? അപ്പൊ നമുക്ക് LCM എത്രയെന്ന് കിട്ടി? 30 എന്ന് കിട്ടി. ഇനി നോക്കി ആദ്യത്തെ കേസ്. LCM 30 ആണ്. ഇനി 2 30 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെ? അപ്പൊ 5 × 15 75 പ്ലസ് 5 30 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4 × 6 24. ഇനി അടുത്ത 3 30 ആവണമെങ്കിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് എത്ര? 40. ഇവിടെ അതേപോലെ 6 30 ആവണമെങ്കിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5 × 5 25 പ്ലസ് അവസാനത്ത് 3 30 ആവണമെങ്കിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 2 × 10 20. ഇനി ഇതെല്ലാം എന്ത് ചെയ്യാം? സം ചെയ്യാം. ഓക്കെ, സം ചെയ്യാലോ. എടാ, നിങ്ങൾക്ക് സം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിലേ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റിയോ? ഇല്ലല്ലോ. 30 15 75. ഓക്കെ, നോക്കിയേ. ഇതിനി എല്ലാം എന്ത് ചെയ്യാം? സം ചെയ്യാലോ. ഇതെല്ലാത്തിന്റെയും സം ചെയ്യാം. ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്ത് 5/2 LCM 30 ആക്കണമെങ്കിൽ 75 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5 എന്നുള്ളത് 6, 6 × 4 24, 3 എന്നുള്ളത് 10 40, 5/6 എന്നുള്ളത് × 5 25, 3 എന്നുള്ളത് 30 10 20. ഓക്കെ, ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 75 24 എന്നുള്ളതൊക്കെ 70 20 അങ്ങനെ എടുക്കുക. ഓക്കെ, 70 20 എന്നുള്ളത് അങ്ങനെ എടുക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 70 + 20 എത്രയാണ്? 90. 90 + 40 130. 130 + 20 150. 150 + 20 170. ഇനി ബാക്കി എന്തേ ഉള്ളൂ? 5 + 4 + 5. 5 + 5 എത്രയാ? 10. 10 + 4 എത്രയാ? 40. എത്ര വന്നു?
170 പ്ലസ് 114 കിട്ടി. അത് എത്ര കിട്ടി? 184 കിട്ടി. 184 ഡിവൈഡഡ് ബൈ 30. ഇനി നോക്കിയേ, ഇത് 2ന്റെ ടേബിളിൽ പിന്നെയും ക്യാൻസൽ ചെയ്യാമല്ലോ. 2ന്റെ ടേബിളിൽ ക്യാൻസൽ ചെയ്ത് എന്ത് വരും? 92 ഡിവൈഡഡ് ബൈ 50. 92 ഡിവൈഡഡ് ബൈ 50. 92 ഡിവൈഡഡ് ബൈ 50. ഓപ്ഷൻ D1. ഓക്കെ, നിങ്ങൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ശ്രദ്ധിക്കുക. ഈ 75 പ്ലസ് 24 99, 99 പ്ലസ് 40 139. നിങ്ങൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണ്ട. ഇൻ കേസ് ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ 75 എന്നുള്ളതിന് വരെ 70 മാത്രം എടുക്കുക. ആ 5 അവിടെ ഇരിക്കട്ടെ, നമ്മൾ അവസാനം ആഡ് ചെയ്താൽ മതി. അതേപോലെ 24 എന്നുള്ളതിന് 20 മാത്രം എടുക്കുക. 4 അവിടെ ഇരിക്കട്ടെ, നമ്മൾ അവസാനം ആഡ് ചെയ്താൽ മതി. കൺസെപ്റ്റ് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണേ. അടുത്തോട്ട് പോവാം. ഓക്കെ, find the value of 9 cube minus 2 square plus 38 divided by 19 the whole square minus 8 plus 2 into 9. ഇത് നോക്കിയതാ RPF കോൺസ്റ്റബിൾ ചോദിച്ചതാണ്. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് എല്ലാത്തിനും ചോദിക്കുന്നത്. ഇനിയിപ്പോ ഗ്രൂപ്പ് ഡി വരാൻ നേരത്ത് ഇതേപോലെ ആയിരിക്കും, NTPCക്ക് ഇതേപോലെ ആയിരിക്കും. ഒരു 3 ക്വസ്റ്റ്യൻസ് ഇതേപോലെ സിംപ്ലിഫിക്കേഷൻ കിട്ടും. ഓക്കെ, 3 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യും. ജസ്റ്റ് എന്ത് മാത്രം പറഞ്ഞാൽ മതി, നമ്മൾ ആ ബേസിക് ആയിട്ടുള്ള ബോർഡ് മാസ് റൂൾ മാത്രം പറഞ്ഞാൽ മതി. ബോർഡ് മാസ് റൂൾ പ്രകാരം നോക്കിയേ, ബ്രാക്കറ്റ് ആണ് ആദ്യം ചെയ്യേണ്ടത് അല്ലേ. 38 ഡിവൈഡഡ് ബൈ 19 എത്രയാ? 2 സ്ക്വയർ ആണ്. അടുത്ത് എന്ത് ചെയ്യണം? ഇത് ചെയ്യണം. 2 into 9 എത്രയാണ്? 18 ആണ്. ഇനി 9 ക്യൂബ്, 9ന്റെ ക്യൂബ് എത്രയാണ്? 729 ആണ്. അതായത് 9 into 9 into 9 അത് എത്രയാ? 729 ആണ്. 729 മൈനസ് 4 പ്ലസ് 2ന്റെ സ്ക്വയർ എത്രയാ? 4 ആണ്. 4 മൈനസ് 8 ഇത് എത്ര കിട്ടി? പ്ലസ് 18 കിട്ടി. ഇത് നോക്കിയേ, ഈ മൈനസ് 4ഉം പ്ലസ് 4ഉം ക്യാൻസൽ ആവുകയും ബാക്കി എന്തേ ഉള്ളൂ? 729 മൈനസ് 8 പ്ലസ് 18 എത്രയാ? പ്ലസ് 10. 729 പ്ലസ് 10 എത്രയാ? 739. എന്ത് കിട്ടി? ഓപ്ഷൻ എ കിട്ടി. ഓക്കെ അല്ലേ? അടുത്തിലോട്ട് പോവാലോ. എളുപ്പ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, which number should replace both the question marks in the following equation? ഓക്കെ, നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? RPF SAക്ക് ചോദിച്ചാണ് 2024. x ഡിവൈഡഡ് ബൈ 24 എന്ന് പറയുന്നത് എന്തിന് ഈക്വലാ? 363 into x ഈക്വലാ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യാലോ. x into x എത്ര? x സ്ക്വയർ ഈസ് ഈക്വൽ ടു 363 into 12. നിങ്ങൾ ഇനി ശ്രദ്ധിക്കേ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് 3 ഡിജിറ്റ് into 2 ഡിജിറ്റ് എങ്ങനെയാണെന്ന് ചെയ്യാം. നിങ്ങൾ അത് കണ്ടുപിടിച്ച് പിന്നെ അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം അല്ലേ? അതായത് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 363 into 12 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എത്രയാ? റൂട്ട് ഓഫ് 363 into 12. നിങ്ങൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നിന്നാൽ നിങ്ങളുടെ സമയം നഷ്ടമാണ്. നിങ്ങൾ നോക്കി കാൽക്കുലേറ്റ് ചെയ്യാൻ എങ്ങനെ ചെയ്യാം? എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 363 into 12 ആണ് അല്ലെ? എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 363 into 12. ശ്രദ്ധിക്കണേ, ഈ 363 എന്നുള്ളതിനെ എനിക്ക് 11 into 33 എന്ന് എഴുതാലോ. 11 into 33 ആണ് എന്തെന്ന് പറയുന്നത്? 11 into 33 ആണ് എന്തെന്ന് പറയുന്നത്? 363 എന്ന് പറയുന്നത് അല്ലേ? into 12. ഓക്കെ, ഇത് നോക്കാം. 11 into 33 എനിക്ക് എങ്ങനെ എഴുതാം? 11 into 3 എന്ന് എഴുതിക്കൂടെ? 11 into 3 അല്ലേ 33. ഇത് നോക്കിയേ, 11 into 11 into 12 ഗുണം 3 എത്രയാ? 36. ഇനി 11 ഗുണം 11 എത്രയാ? 121. 121 into 36. നമ്മുടെ x എന്ന് പറയുന്ന വാല്യൂ എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് 121 into 36. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? എടാ, റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി. നോക്കിയേ, റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് പറയുന്നത് എന്താ? റൂട്ട് എ ബി ആണ്. അതായത് റൂട്ട് എ ബി എന്നുള്ളതിനെ റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്നുള്ളതിനെ എനിക്ക് എങ്ങനെ എഴുതാം? റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് എഴുതാം അല്ലെ? അപ്പൊ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 121 ഇൻറ്റു റൂട്ട് 36 എന്ന് എഴുതാം. അതായത് എത്ര? റൂട്ട് 121 എത്ര? 11. 36ന്റെ സ്ക്വയർ റൂട്ട് എത്ര? 6. 11 ഇൻറ്റു 6 66. എന്ത് കിട്ടി? ഓപ്ഷൻ എ കിട്ടി. ക്ലിയർ അല്ലേ? ഇത് നമുക്ക് അടുത്തതിലോട്ട് പോവാം. 2% of 5% of a number is what percentage of that number? Okay. ഒരു നമ്പറിന്റെ 5%ത്തിന്റെ 2% എന്ന് പറയുന്നത് ആ നമ്പറിന്റെ എത്ര ശതമാനം എന്നാണ് ചോദ്യം. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായോ? 2% of 5% of a number is what percentage of that number? അതായത് ഒരു നമ്പറിന്റെ 5%ത്തിന്റെ 2% എന്ന് പറയുന്നത് ആ നമ്പറിന്റെ എത്ര ശതമാനം എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് നിങ്ങൾക്ക് എക്സ് ഇട്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു നമ്പർ അസ്യൂം ചെയ്ത് ചെയ്യാം. ഞാൻ ആദ്യം രണ്ടും പറഞ്ഞുതരാം. എക്സ് ആണെന്ന് വിചാരിക്കുക. ഒരു എക്സ് എന്ന് പറയുന്ന നമ്പറിന്റെ 5% എന്ന് പറയുന്നത് എത്രയാ? എടാ, പെർസെന്റേജ് വന്നോ ഡിവൈഡഡ് ബൈ 100 ഇട്ട് കൊടുത്താൽ. എക്സിന്റെ 5% എന്ന് പറയുന്നത് എത്രയാ? 5x by 100 ആണ്.
ഇനി ഇതിന്റെ 2% അല്ലെ, ഇതിന്റെ 2% എന്ന് പറയുന്നത് എന്താ? 5x/100 × 2/100 ആണ് അല്ലെ. ഇതെന്ത് കിട്ടി? 5 × 2 എത്ര? 10 ആണ്. 10 ഒരു 0 ക്യാൻസൽ ആയി. ബാക്കി എന്തേ ഉള്ളൂ? x ഡിവൈഡഡ് ബൈ 1000 രൂപ അല്ലെ, x ഡിവൈഡ് ബൈ 1000 രൂപ. ഇനി ഇതെന്ന് പറയുന്നത് എത്രയാണ്? 0.00x ആണ്. ഈ 0.00x എന്ന് പറയുന്നത് എക്സിന്റെ എത്ര ശതമാനം എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇനി നമ്മൾ ഇതേപോലെ ആണെങ്കിൽ നമ്മൾ ഒരു നമ്പർ ഇട്ട് എങ്ങനെ ചെയ്യാൻ നോക്കി. ഞാൻ ഒരു നമ്പർ ഇട്ട് 1000. 1000ന്റെ 5%. 1000ന്റെ 10% എത്രയാണ്? ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ തീർന്നില്ല. ഇനി ഇതെന്ന് പറയുന്നത് ഇതിന്റെ എത്ര ശതമാനം എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അതിന് മുമ്പ് നോക്കും. 1000. 1000ന്റെ 5% എന്ന് പറയുന്നത് എത്രയാ? 1000ന്റെ 10% എത്രയാ? 100 ആണ്. 1000ന്റെ 10% 100 ആണെങ്കിൽ 1000ന്റെ 5% എത്രയായിരിക്കും? 50 ആയിരിക്കും അല്ലെ. ഇനി നമ്മളോട് എന്താ വെച്ചിരിക്കുന്നത്? ഈ 5%ന്റെ 2%. ഓക്കെ, ഈ 5%ന്റെ 2%. ഈ 5%ന്റെ 1% എന്ന് പറയുന്നത് എത്ര? ഈ 50ന്റെ 10% എന്ന് പറയുന്നതാണ് എത്ര? 5 അല്ലെ. 50ന്റെ 10% എന്ന് പറയുന്നതാണ് 5. 50ന്റെ 1% എത്ര? 0.5 ആണ്. 50ന്റെ 1% എന്ന് പറയുന്നത് എത്രയാണ്? 0.5 ആണ്. അപ്പൊ 2% എത്ര ആയിരിക്കും? 1 ആയിരിക്കും അല്ലെ. 1 ആയിരിക്കും. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഈ 1 എന്ന് പറയുന്നത് ഈ 1000ത്തിന്റെ എത്ര ശതമാനം എന്നാണ് അല്ലെ. ഈ 1 എന്ന് പറയുന്നത് 1000ത്തിന്റെ എത്ര ശതമാനമാണ്? എത്ര ശതമാനമാണ്? 0.1%. 0.1%. ഇനി നമ്മൾ നേരത്തെ ചെയ്ത ബാക്കിയാണെങ്കിൽ 0.00x എന്ന് പറയുന്നത് എക്സിന്റെ എത്ര പെർസെന്റേജ് ആണെന്നുള്ളതാണ്. അതായത് എത്ര? 0.x ഡിവൈഡഡ് ബൈ എക്സ്. അതായത് എത്ര വന്നു? 0.1%. ഓക്കെ, മനസ്സിലായോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഒരു നമ്പർ അസ്യൂം ചെയ്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ എക്സ് ഇട്ട് തന്നെ ചെയ്യാം. ഒരു നമ്പറിന്റെ 10% കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ മതി. ഒരു നമ്പറിന്റെ 50% കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ ഹാഫ് ചെയ്താൽ മതി, ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി അല്ലെ. ഇതെവിടുത്തെ കേസ് നോക്കിയോ? 1000ന്റെ 10% കണ്ടുപിടിക്കാൻ 1000ന്റെ 5%ന്റെ 2% ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം 1000ന്റെ 5% കണ്ടുപിടിക്കുക. 1000ന്റെ 5% കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 1000ന്റെ 10% ആദ്യം കണ്ടുപിടിക്കുക. 1000ന്റെ 10% എത്രയാണ്? 100. 10% 100 രൂപയാണെങ്കിൽ 100 ആണെങ്കിൽ 5% എന്ന് പറയുന്നത് അതിന്റെ പകുതി ആയിരിക്കണമല്ലോ. അപ്പൊ 50 ആയി. ഇനി ആ 50ന്റെ 2% കണ്ടുപിടിക്കണം അല്ലെ. ആ 50ന്റെ 2%. 50ന്റെ 1% എന്ന് പറഞ്ഞാൽ എത്ര? 50ന്റെ 10% കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ മതി. 50ന്റെ 1% കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി. 50 ഡിവൈഡ് ബൈ 100 എത്ര? 0.5 ആണ്. 0.5 എന്ന് പറയുന്നതാണ് 1%. 1% 0.5 ആണെങ്കിൽ 2% എത്രയായിരിക്കും? 0.5 × 2 ആയിരിക്കും അല്ലെ. 0.5 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അപ്പൊ 1 എന്ന് പറയുന്നത് 1000ത്തിന്റെ എത്ര ശതമാനമാണ്? 0.1%. ഓക്കെ, അതായിരുന്നു ക്വസ്റ്റ്യൻ. അതും ഈ വർഷം ചോദിച്ചാണ് കേട്ടോ. ഇനി ഓക്കെ, ഇഫ് പ്ലസ് മീൻസ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് മൈനസ് മീൻസ് പ്ലസ് ആൻഡ് into means division and and division means minus, then 6 + 7 × 3 - 8 divided by 20. Okay, എടാ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഇത് എപ്പോഴും ചോദിക്കും. ഓക്കെ, എപ്പോഴും ചോദിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ ഏതെടുത്താലും SSCക്കും RRBക്കും മാറി ചോദിക്കും. ഓക്കെ, എല്ലാ ഷിഫ്റ്റിലും കാണുകയും ചെയ്യും. ഇതൊന്നുമില്ല. ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്ന? പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, പ്ലസ് എന്ന് പറഞ്ഞാൽ ഇൻഡു ആണ്. ഇപ്പൊ പ്ലസ് ഉള്ളിടത്തെല്ലാം എന്ത് ചെയ്തോളാം? ഇൻഡു ചെയ്തോളാം. അതായത് നമുക്ക് തന്നിരിക്കുന്നത് ഇതാണ് 6 + 7 × 3 - 8 divided by 20. പക്ഷേ എന്താ പറഞ്ഞിട്ടുള്ള? പ്ലസ് എന്ന് പറഞ്ഞാൽ ഇൻഡു ആണ്. പ്ലസ് എന്നുള്ളിടത്ത് എന്ത് വരണം? ഇൻഡു വരണം. നമ്മൾ ആദ്യം നമ്പർ ഒക്കെ എഴുതി വെക്കുക. പ്ലസ് എന്നുള്ളിടത്ത് എന്താണ്? ഇൻഡു ആണ്. ഇഫ് അഡിഷൻ മീൻസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ അഡിഷന് പകരം എന്ത് വരും? മൾട്ടിപ്ലിക്കേഷൻ വരും. അടുത്ത് നോക്കിയേ, മൾട്ടിപ്ലിക്കേഷൻ മീൻസ് ഡിവിഷൻ. അതായത് മൾട്ടിപ്ലിക്കേഷന് പകരം എന്താണ്? ഡിവിഷൻ ആണ്. അതായത് ഇവിടെ എന്താണ്? ഡിവിഷൻ ആണ്. ഓക്കെ, അതേപോലെ അടുത്ത എന്താണ്? ഡിവിഷൻ മീൻസ് സബ്ട്രാക്ഷൻ. ഓക്കെ, ആൻഡ് ഡിവിഷൻ മീൻസ് സബ്ട്രാക്ഷൻ. ഡിവിഷൻ മീൻസ് സബ്ട്രാക്ഷൻ ആണ്. ഡിവിഷൻ എന്ന് പറയുന്നത് എന്താണ്? സബ്ട്രാക്ഷൻ ആണ്. അതായത് ഇവിടെ ഡിവിഷൻ ആണ്, അതെന്താണ്? സബ്ട്രാക്ഷൻ ആണ്. ഇനി അടുത്ത് നോക്കിയേ, സബ്ട്രാക്ഷൻ മീൻസ് അഡിഷൻ. സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡിഷൻ ആണ്. സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? അഡിഷൻ ആണ്. ഇനി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ബോർഡ് മാസ് റൂൾ പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യണം.
ബോഡ് മാസ് റൂൾ പ്രകാരം ആദ്യം എന്ത് ചെയ്തോണം, ഡിവിഷൻ, പിന്നെ അത് കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെ. അതായത് 6 into 7 divided by 3 ആദ്യം ചെയ്യണം, പ്ലസ് 8 മൈനസ് 20. ഇത് 3യും 6ഉം ക്യാൻസൽ ചെയ്യാലോ, 2. 7 into 2 എത്രയാ? 7 into 2 എത്ര വന്നു? 14 വന്നു. 14 plus 8 minus 20. 14 plus 8 എത്രയാ? 22 ആണ്. 22 minus 20 എത്ര വന്നു? 2 വന്നു. ഓക്കെ, ഓപ്ഷൻ എന്ത് വന്നു? ഓപ്ഷൻ എ വന്നു. ഓക്കെ ആണേ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എപ്പോഴും ചോദിക്കുന്നതാണ്. നമ്മളൊന്നുമില്ല, എന്ത് ചെയ്താൽ മതി, നമ്മൾ ആദ്യം ഒന്നും ചെയ്യരുത്, നമ്മൾ ഇത് കാണുമ്പോൾ തന്നെ കയറി ഡിവൈഡ് ചെയ്യാനൊന്നും നിൽക്കരുത്. കാരണം ഇത് ഇപ്രകാരം അല്ല ചെയ്യേണ്ടത്. കാരണം ഇത് ഓരോന്നിനും വേറെയാണ്. അഡിഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്, സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അഡിഷൻ ആണ്, മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണ്. ഓക്കെ, അങ്ങനെ ഓരോന്നിനും ഓരോ മീനിങ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം മാറ്റി എഴുതിയിട്ട് പിന്നെ വേണം എന്ത് ചെയ്യാൻ, ബോഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യാൻ. ഓക്കെ, അതിനുശേഷം നമ്മൾ ബോഡ് മാസ് റൂൾ അപ്ലൈ ചെയ്തു. ആദ്യം ഏതായിരുന്നു? ഡിവിഷൻ ചെയ്യണം, 7 divided by 3 ചെയ്തു. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, 6 into 7 divided by 3 ചെയ്തു. അത്ര കിട്ടി, 14 കിട്ടി. ബാക്കി എന്തേ ഉള്ളൂ? പ്ലസ് 8 മൈനസ് 20. 14 plus 8 22 കിട്ടി, മൈനസ് 20. നമുക്ക് എത്ര കിട്ടി? ആൻസർ 2 കിട്ടി, ഓപ്ഷൻ എ. ഓക്കെ, സോ സിംപ്ലിഫിക്കേഷൻ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.